കരിങ്കൂവളപ്പൂവിന്റെ നിറമാണ് ഭഗവാൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. കറുപ്പാണത്. കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം കറുത്ത നിറത്തോട് കൂടിയെന്നാണ്. കറുപ്പൻ എന്നാണ് അർത്ഥം. ഇതിനെ എന്തിനാണ് ഈ നീലയാക്കുന്നത് എന്നുള്ളത് എനിക്കിതുവരെ പേഴ്സണലി മനസ്സിലാവാത്ത കാര്യമാണ്. നീല കളർ അല്ല, ഭഗവാന്റെ കളർ കറുപ്പ് തന്നെയാണ്. കറുപ്പുള്ള ദേവതകളൊക്കെ തന്നെ കാലാതീതന്മാരായിട്ടുള്ള ദേവതകളാണെന്ന് പറയാം. അയ്യപ്പ സ്വാമിയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കാളിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, കാലത്തെ അതിജീവിക്കുന്ന ദേവതാ സങ്കല്പങ്ങൾക്ക് കറുപ്പ് നിറം കൂടുതലായിരിക്കും. അതുകൊണ്ട് കൃഷ്ണന്റെ കറുപ്പ് നിറം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. എന്തും ആഗിരണം ചെയ്യുന്നതാണ് കറുപ്പ്, അല്ലെ? നമ്മൾ എല്ലാ കളറും കൂടെ ഒരു സാധനത്തിൽ കൊണ്ടേ വരച്ചു കഴിഞ്ഞാൽ അവസാനം അത് കറുപ്പ് കളറായിട്ട് മാറും. ഭഗവാൻ അക്സെപ്റ്റൻസിന്റെ ആളാണ്. നിങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഇതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഭഗവാൻ എന്ന് കാണിക്കാനാണ് ഭഗവാൻ കറുപ്പ് നിറത്തിൽ അനുവദിക്കുന്നത്. ഭാഗവത്തിൽ തന്നെ പറയുന്നു, 1000 കോടി കാമദേവന്മാരുടെ സൗന്ദര്യം ഭഗവാൻ ഉണ്ടായിരുന്നതാണ്. 1000 കോടി കാമദേവന്മാർ കറുത്ത കറുത്തുള്ളവർക്ക്. എന്തിനാണ് കറുപ്പിനെ മോശം നിറമായിട്ട് കാണുന്നത്? ഈവൻ ഭാരതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൈവസങ്കല്പങ്ങളിലൊന്നായിട്ടുള്ള കൃഷ്ണന് പോലും കറുപ്പ് നിറമാണെങ്കിൽ, അതേ നിറമുള്ള ആൾക്കാരെ, അതേ രീതി പിന്തുടരുന്ന ആൾക്കാരെ എന്തിനാണ് നമ്മൾ സെക്കൻഡ് റേറ്റ് ആയിട്ട് കാണുന്നത്? ഭഗവാനാണ് അവരൊക്കെ എന്നുള്ളത് കരുതി കാണുന്ന രീതിയിലേക്ക് സമൂഹം മാറണം. ഇന്ന് കുറെ മാറ്റം വന്നിട്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഫേസ് ക്രീമിന്റെ ഒക്കെ അളവ് കുറച്ച് കുറയുന്നത്.